ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പടിയപ്പാണ്. ഇത് നമുക്ക് അല്പം പോലും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഗോതമ്പൊടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവി വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിത് വെച്ചു കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് സമയത്തേക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ഗോതമ്പൊടി ഇങ്ങനെ ആവി കയറ്റുന്നത് അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. ആവി കയറ്റി കഴിയുമ്പോൾ ഈ ഗോതമ്പൊടി നല്ല കട്ടിയായിട്ട് വരും. ഇനി ഇതിന്റെ ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് കട്ടയില്ലാതെ നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. എണ്ണയൊക്കെ ഗോതമ്പൊടിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ തന്നെ തിരുമ്മി യോജിപ്പിക്കണം. കണ്ടോ, ഇപ്പം ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് 1.25 കപ്പ് തിളച്ച വെള്ളമാണ് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കാവുന്ന ചൂടാവുമ്പോൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമ്മളിത് കുഴയ്ക്കുമ്പോൾ ഈ ഓയിൽ ചേർക്കുന്നതും പിന്നെ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതും ഒക്കെ ഇടിയപ്പം ഒട്ടാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി കുഴച്ചിട്ട് പോരാത്ത വെള്ളം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് വെള്ളത്തിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുക. പിന്നെ നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ മുഴുവനും വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. കാരണം നനവ് കൂടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിലേക്ക് പൊടി ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇടിയപ്പം അത്ര നന്നായിട്ട് കിട്ടില്ല. കുഴയ്ക്കുമ്പോൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കൂടുതൽ അയഞ്ഞും പോകരുത്. കണ്ടോ, ഇപ്പോൾ ഇത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് നല്ല സോഫ്റ്റാണ്. നമ്മൾ ആ എടുത്ത് വെച്ച 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ചിലപ്പോൾ 2 കപ്പ് ഗോതമ്പൊടി കുഴയ്ക്കാനായിട്ട് 1.25 കപ്പ് വെള്ളം മുഴുവനും വേണ്ടി വരാറുണ്ട്. അപ്പം അതൊക്കെ പൊടിയുടെ അനുസരിച്ചിരിക്കും. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം. പിന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് സേവനാഴിയിലെ ആ ചെറിയ ഹോളുള്ള അച്ചിലാണ്. അപ്പം നമുക്കിനി ഈ അച്ചിലും ഇടിയപ്പം തയ്യാറാക്കുന്ന തട്ടിലും കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം തേങ്ങ വെച്ച് കൊടുക്കാം. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഈ അച്ചിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇഡലി പാത്രത്തിൽ നിന്ന് ആവി വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ തട്ട് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 4-5 മിനിറ്റ് സമയത്തേക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ ഇടിയപ്പമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ഗോതമ്പ് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഇടിയപ്പത്തിന്റെ ചൂട് മാറി കഴിയുമ്പോൾ തന്നെ ഒരു ബൗളിൽ അടച്ചു വെക്കണം. അങ്ങനെയെങ്കിൽ ഇത് വൈകിട്ട് വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും. കണ്ടോ, ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കടലക്കറിയുടെ മുട്ട റോസ്റ്റിന്റെ ഒക്കെ കൂടെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഇടിയപ്പം തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.